അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 161. എടി പെണ്ണെ, മുഖത്തേക്കൊന്ന് നോക്കുന്ന്. എത്ര നേരായി നീ എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു? തന്റെ മടിയിലിരിക്കുന്ന ജ്വാലയോട് ചിരിയോട് അഗ്നി ചോദിച്ചു. വേണ്ട, വേണ്ടല്ലോ ദേവേട്ട, എന്നോട് മിണ്ടണ്ട, നിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അവള് ചുണ്ടു കൂർപ്പിച്ചു. എന്ത് മനസ്സിലാവുന്നുണ്ടെന്ന് എന്റെ പൊന്നു കുഞ്ഞ? അഗ്നി അവളുടെ മുഖം പിടിച്ചുയർത്തി. ഭക്ഷണം കഴിക്കുമ്പോ ഞാൻ കണ്ടതാ സുരഭിയച്ചി ദേവേട്ടനെ തന്നെ നോക്കിയിരിക്കുന്നെ. അവള് മുഖം വീർപ്പിച്ചു. അതിനെന്താ, അവള് വെറുതെ നോക്കിയതായിരിക്കും. സുരഭിയുടെ സ്വഭാവം അറിയാമായിരുന്നിട്ടും ജ്വാലയുടെ പരിഭവം കാണാൻ വേണ്ടി അവൻ പറഞ്ഞു. അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. എന്റെ അമ്മോ, എടി യക്ഷി, ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെ. അവൻ അവളുടെ കണ്ണിൽ കുത്തുന്ന പോലെ കാണിച്ചു. ദേ വേണ്ടാട്ടോ ദേവേട്ട, സുരഭിയച്ചി വേഗം പറഞ്ഞു വിട്. ഇല്ലാച്ച ചിലപ്പോ അവരുടെ ചേച്ചിയെന്ന് ഞാൻ അങ്ങോട്ട് മറന്നുപോവും. അവള് പല്ലിരുമ്മി. അഗ്നി അവളെ അത്ഭുതത്തോടെ നോക്കി. എന്തു ചെയ്യും നീ അവളെ? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. ജ്വാല അഗ്നിയുടെ കണ്ണിലേക്ക് നോക്കി. അവര് ദേവേട്ടൻ ഇങ്ങനെ നോക്കിയിരിക്കുന്ന കാണുമ്പോ എനിക്ക് അവരെ കൊല്ലാനുള്ള ദേഷ്യം തോന്നുന്നുണ്ട്. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അഗ്നി ഞെട്ടിപ്പോയി. എന്റെ കുഞ്ഞൻ തന്നെയാണോ ഇത്? അവൻ അവളുടെ തലമുടിയിലൂടെ തഴുകി. ദേവേട്ടൻ എന്റെയാ, വേറെ ആരും ഇങ്ങനൊന്നും നോക്കണ്ട, എനിക്ക് ഇഷ്ടല്ല. ചേച്ചി ചേച്ചി അങ്ങനെ നോക്കുന്ന എനിക്ക് സഹിക്കുന്നില്ല. അവള് പതിയെ പറഞ്ഞു. അവളുടെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന നീർക്കണങ്ങൾ കണ്ട് അഗ്നിയുടെ മുഖം പെട്ടെന്ന് മാറി. അവൻ അവളുടെ മുഖം ഇരു കൈയിലുമായി കോരിയെടുത്തു. ഏയ്, എന്താ കുഞ്ഞേ ഇത്? എന്തിനാ കരയുന്നേ? അവൻ ആകുലതയോടെ ചോദിച്ചു. എനിക്കാകെ സങ്കടം വരെ ദേവേട്ടാ, അവര് ചീത്തയാ, എന്തിനെങ്ങനെ നോക്കണേ? അതും ഇങ്ങോട്ടൊക്കെയാ നോക്കുന്നേ, ഞാൻ കണ്ടതാ. അവൾ അഗ്നിയുടെ നെഞ്ചിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. അവന്റെ മുഖത്തും ദേഷ്യം നിറഞ്ഞു. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല കുഞ്ഞാ, അല്ലെങ്കിലും ഞാൻ അവളെ മൈൻഡ് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ നിന്നെ മാത്രമല്ലേ നോക്കിയിരിക്കുന്നേ. അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. അറിയായിരുന്നു സുരഭി ഇവിടെയുള്ള ഓരോ നിമിഷവും അതിന്റെ കുഞ്ഞിന് ചിലപ്പോൾ സങ്കടാവൂന്ന്. പക്ഷെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം തന്നെയാ മനസ്സ് പറഞ്ഞ്. പക്ഷെ ഇപ്പോ അതിന്റെ കുഞ്ഞിനെ ഇത്രയധികം നോവിക്കുന്നുണ്ടോ? അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ജ്വാല അവനെ വെറുതെ നോക്കിയിരുന്നതേയുള്ളൂ. കുഞ്ഞാ. ഉം. അവള് മൂളി. സുരഭിയെ നിന്റെ ദേവേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. അതിന്നോ നാളെയോ ആയിട്ട് എൻ്റെ കുഞ്ഞിന് മനസ്സിലാവും. എന്തായാലും 2 ദിവസം അവളിവിടെ കാണൂ. ആ ഉറപ്പ് ഞാൻ നിനക്ക് തരാം. അവൻ അവളുടെ കവിളിൽ പതിയെ പിടിച്ചു വലിച്ചു. ഉം. അവള് മൂളി. എന്ത് പറഞ്ഞാലും ഇങ്ങനെ മൂളാതിന്റെ കുറുമ്പി. എൻ്റെ കുഞ്ഞൻ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ, നീ സ്ട്രോങ് അല്ലേ? അവൻ അവളെ ഇക്കിളിയാക്കി. ദേവേട്ടാ. അവള് ചിണുങ്ങി. എന്തോ. ഇനി അവര് ദേവേട്ടനെ ചീത്ത നോട്ടം നോക്കിയാ ഞാൻ അവരെ വഴക്കു പറയൂട്ടോ. അപ്പനോട് പിണങ്ങരുത്. ജ്വാല അല്പം സീരിയസ് ആയിട്ട് പറഞ്ഞു. നീ പറഞ്ഞോടി, അതിന്റെ പേരിൽ ഞാനൊന്നും പറയാൻ പോകുന്നില്ല. അവൻ പറഞ്ഞു. പിന്നെ ദേവേട്ടൻ അവരോട് വല്ലാതെ സംസാരിക്കണ്ട. അവന്റെ കുറുമ്പൊന്നും ശ്രദ്ധിക്കാതെ അവൾ അപ്പോഴും സുരഭിയുടെ കാര്യം പറയുകയാണ്. ശരി. അതും അവൻ സമ്മതിച്ചു. പക്ഷെ പെട്ടെന്ന് ഡോറിലാരോ തട്ടി. അഗ്നിയും ജ്വാലയും ഡോറിന്റെ അടുത്തേക്ക് നോക്കി. അഗ്നി. സുരഭി തുടരെ തുടരെ ഡോറിൽ തട്ടി. അഗ്നിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. താനും കുഞ്ഞനും മാത്രമായിട്ടുള്ള ലോകത്തേക്ക് ഈ നിമിഷം കടന്നു വന്ന അവളോട് അവന് വല്ലാത്ത ദേഷ്യം തോന്നി. അഗ്നി. വീണ്ടും ഡോറിൽ ശക്തമായ തട്ട് കേട്ടു. ഈ മൈൻഡ് ആരെങ്കിലും ചാവാൻ കിടക്കുന്നോ? പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അഗ്നി പിറുപിറുത്തു. പക്ഷെ തന്നെ നോക്കി കണ്ണുമിഴിച്ചു കിടക്കുന്ന പെണ്ണിനെ കണ്ടപ്പോഴാണ് താനിപ്പോ എന്താണ് പറഞ്ഞതെന്ന ബോധം അവന് വന്നത്. അവനാകെ വല്ലാതായി. അത് സോറി, ഞാൻ പെട്ടെന്ന്. അഗ്നി. സുരഭി ഡോറിൽ അക്ഷമയോടെ തട്ടി. ജ്വാലയുടെ മുഖം ചുവന്നു. മാറങ്ങോട്ട്. അവള് ദേഷ്യത്തോടെ അഗ്നിയെ തന്നീന്ന് തള്ളി മാറ്റി. അത് പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ അവൻ നേരെ ബെഡിലേക്ക് മലർന്നു വീണു. ജ്വാല അവനെ ദേഷ്യത്തോടെ നോക്കി. ദേ വിളിക്കുന്നു, പോയി തുറന്നു കൊടുക്ക്. ജ്വാല ദേഷ്യം കൊണ്ട് വിറച്ചു. ഈ. അഗ്നി അവളെ നോക്കി ഇളിച്ചു കൊടുത്തു. അല്ലാതെ പെണ്ണിനോട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. അത്ര ദേഷ്യത്തിലവള്. അവൻ ദയനീയമായി മനസ്സിൽ പറഞ്ഞു. അഗ്നി ഉറങ്ങിയോ? സുരഭിക്ക് പോവാൻ ഉദ്ദേശമില്ല. ഇല്ലടി നാറി, നിന്നെ കൊന്നിട്ട് ഞാനിന്ന് ഉറങ്ങൂ, ശവം. പല്ലുകടിച്ച് പതിയെ പറഞ്ഞുകൊണ്ട് അഗ്നി ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഡോറ് തുറക്കാൻ ഒരുങ്ങിയ അഗ്നി പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ജ്വാലയെ തിരിഞ്ഞു നോക്കി. പക്ഷേ ഇടുപ്പിൽ കൈവച്ച് അവനെ കൂർപ്പിച്ചു നോക്കുന്നവളെ കണ്ട് അവന്റെ മുഖത്ത് സംശയം നിറഞ്ഞു. എന്താ ഉഞ്ഞ? ഒന്നുമില്ല, ഡോറ് തുറക്ക്. അവള് ഗൗരവത്തിൽ പറഞ്ഞു. അഗ്നി. അതേസമയം വീണ്ടും സുരഭി ഡോറി തട്ടി. നാശം, ഇത് പോയില്ലേ? അവൻ പല്ലുകടിച്ചുകൊണ്ട് ഡോറിന്റെ കുറ്റിയിൽ കൈവച്ചു. അതെ, ഡോറ് തുറക്കും മുന്നേ ആ ഷർട്ടൊന്ന് നേരിട്ടെ. ഗൗരവത്തോടെ ജ്വാല പറഞ്ഞു. അഗ്നി സംശയത്തോടെ അവളെ നോക്കി. അവള് കണ്ണുകൾ കൊണ്ട് അവന്റെ ഷർട്ടിന്റെ ഭാഗത്തേക്ക് കാണിച്ചു. ഷർട്ടിന്റെ മുന്നിലെ 2 ബട്ടൺ ഓപ്പണായി കിടപ്പുണ്ട്. അതിലൂടെ അവന്റെ നഗ്നമായ നെഞ്ച് പുറത്തേക്ക് കാണുന്നുണ്ട്. അഗ്നി ജ്വാലയുടെ മുഖത്തേക്ക് കുറുമ്പോടെ നോക്കി. എന്തൊരു കുശുമ്പാ ഇത്.
ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ ബട്ടണിട്ടു. പിന്നെ ഇതൊക്കെ എന്തിനാ എല്ലാരെയും കാണിക്കുന്നേ? എന്റെ പൊന്നോ, നീ മാത്രം കണ്ടാ മതിയേ. അവൻ അവൾക്ക് നേരെ കൈകൂപ്പി പെട്ടെന്ന് ഡോർ തുറന്നു. സുരഭിയെ കാണാൻ താല്പര്യമില്ലാത്ത പോലെ ജ്വാല ബെഡ്ഷീറ്റ് ഒന്നുകൂടി കുടഞ്ഞു വിരിക്കാൻ തുടങ്ങി. അഗ്നി ഡോറ് തുറക്കുന്നില്ല എന്ന് കണ്ട സുരഭി ദേഷ്യത്തോടെ താഴേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അവൾക്ക് മുന്നിൽ അവൻ ഡോറ് തുറന്നത്. സുരഭിയുടെ കണ്ണുകൾ അവനെ കാണവേ വല്ലാതെ തിളങ്ങി. ആഹാ, അഗ്നി ഉറങ്ങിയില്ലായിരുന്നോ? ഡോറ് തുറക്കാതെ കണ്ടപ്പോൾ ഞാൻ കരുതി ഉറങ്ങി കാണൂന്ന്. പറയുന്നതിനോടൊപ്പം അവളുടെ കണ്ണുകൾ റൂമിലേക്ക് നീളുകയും ചെയ്തു. ബെഡ്ഷീറ്റ് വിരിക്കുന്ന ജ്വാലയെ കണ്ട് അവളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. ഉറങ്ങിയതായിരുന്നോ? അതിനിടയിൽ ശല്യം പോലെ ഇങ്ങനെ ഡോറ് തട്ടിക്കൊണ്ടിരുന്ന മനുഷ്യൻ എങ്ങനെ ഉറങ്ങാനാ സുരഭി? ഡോറ് തുറന്നില്ലെങ്കിൽ ഉറങ്ങാവെന്ന് മനസ്സിലാക്കിക്കൂടെ? ദേഷ്യത്തോടെ തന്നെയാണ് അഗ്നി ചോദിച്ചത്. സുരഭിയുടെ മുഖം വിളറിപ്പോയി. അവനീന്ന് അങ്ങനൊരു മറുപടി അവള് പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനേക്കാൾ അഗ്നി പറഞ്ഞത് കേട്ട് ജ്വാല അടക്കി പിടിച്ച് ചിരിക്കുന്ന കണ്ട് സുരഭിയുടെ മുഖം വെലിഞ്ഞു മുറുകി. അത് ഞാൻ കരുതി ഉറങ്ങി കാണില്ലാന്ന്, സോറി, അവള് പറഞ്ഞു. സുരഭി വന്നതിന്റെ കാര്യം പറയൂ, അഗ്നി ഗൗരവത്തോടെ ചോദിച്ചു. അതെനിക്ക് അഗ്നിയോട് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. ഞാൻ അകത്തേക്ക് വന്നോട്ടെ? ചോദിക്കുന്നതിനൊപ്പം അവൾ അകത്തേക്ക് കയറാൻ കൂടി ശ്രമിച്ചു. അഗ്നി പെട്ടെന്ന് അവളെ കൈ ഉയർത്തി തടഞ്ഞു. വേണ്ട, ഇതിനകത്തേക്ക് അങ്ങനെ ആർക്കും പ്രവേശനമില്ല. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാ. അഗ്നിയുടെ സ്വരം കടുത്തു. സുരഭിയുടെ കൈ ദേഷ്യത്താൽ ചുരുങ്ങി. എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അഗ്നിയോട് പറയാനല്ലേ? ദേഷ്യം അടക്കി നിർത്തി അവള് പറഞ്ഞു. സുരഭിച്ചിക്ക് പറയാനുള്ളത് എന്താണെങ്കിലും അത് രാവിലെ പറഞ്ഞാൽ മതി. ഇപ്പം എനിക്ക് ദേവേട്ടന് ഉറങ്ങണം. അതുവരെ അവളുടെ സംസാരം കേട്ട് അത് ശ്രദ്ധിക്കാത്ത പോലെ നിന്ന ജ്വാല സുരഭി റൂമിലേക്ക് കയറാൻ ശ്രമിച്ചത് ഇഷ്ടപ്പെടാതെ പെട്ടെന്ന് ഡോറിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു. സുരഭി അവളെ തുറച്ചു നോക്കി. അത് അഗ്നി പറയട്ടെ, നീ ഞങ്ങൾക്കിടയിലേക്ക് വരണ്ട. സുരഭി വീറോടെ പറഞ്ഞു. ഞാൻ നിങ്ങൾക്കിടയിലേക്ക് വന്നിട്ടില്ല. ചേച്ചിയപ്പോ ഞങ്ങൾക്കിടയിലേക്ക് വന്ന് ഞങ്ങളെ ശല്യം ചെയ്തേ. ഞാനൊരു ദേവേട്ടനും കൂടി ഇവിടെ സ്നേഹിച്ചു കിടക്കുകയായിരുന്നു. അതിനിടയിൽ ശല്യം പോലെയാ നിങ്ങൾ കയറി വന്നേ. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ജ്വാല എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അഗ്നി വാ പൊളിച്ചുകൊണ്ട് അവളെ നോക്കി. എന്റെ മഹാദേവ, ഈ പെണ്ണിത് എന്തൊക്കെയാ വിളിച്ചു കൂവുന്നേ? അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ ഉറ്റുനോക്കി. കണ്ണും പിഴിച്ച് അവളെ നോക്കുന്ന സുരഭിയെ കണ്ടപ്പോഴാണ് എന്താണ് വിളിച്ചു പറഞ്ഞതെന്ന് ജ്വാല ആലോചിക്കുന്നത് തന്നെ. അവൾ ചമ്മലോടെ അഗ്നിയെ നോക്കി. അവൻ അവളെ നോക്കി പുരികമുയർത്തി. അത് ഞാൻ ഉദ്ദേശിച്ചത്, ഞങ്ങൾ സംസാരിച്ചു കിടക്കുകയായിരുന്നു. അതാ, ചേച്ചി ഒന്ന് പോയേ, സംസാരിക്കാനുള്ളതൊക്കെ നാളെ മതി. ഗൗരവം നിറഞ്ഞ സ്വരത്തിൽ അതും പറഞ്ഞുകൊണ്ട് അവൾ അഗ്നിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. സുരഭി അവൾ പിടിച്ചിരിക്കുന്ന അഗ്നിയുടെ കയ്യിലേക്ക് നോക്കി. അഗ്നി, ജ്വാലയുടെ അകത്തേക്ക് പോകാൻ പറ, എനിക്ക് അഗ്നിയോട് സംസാരിക്കാനുണ്ട്. സുരഭി വീണ്ടും പറഞ്ഞു. പറ്റില്ല, സുരഭിയേച്ചി പോവാൻ നോക്ക്. ജ്വാല കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. അത് അഗ്നി പറയട്ടെ. അവൾ പുച്ഛത്തോടെ ജ്വാലയോട് പറഞ്ഞു. ജ്വാല അഗ്നിയുടെ കയ്യിൽ ദേഷ്യത്തോടെ അമർത്തിയൊന്ന് പിച്ചി. അവൻ എരിവ് വലിച്ചു. ജ്വാലയെ ദയനീയമായി നോക്കി. ഒന്നും പറയാനില്ലേ? എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ദേവേട്ടൻ ഇപ്പൊ സുരഭിച്ചോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തുപോയി സംസാരിച്ചോ. എനിക്ക് ഡോർ അടച്ചിട്ട് ഉറങ്ങണം. ജ്വാല അഗ്നിയുടെ കണ്ണിലേക്ക് ദേഷ്യത്തോടെ നോക്കി. അവളുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭീഷണിയുടെ സ്വരം അഗ്നിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഇപ്പൊ ഞാൻ ഇവളോട് സംസാരിച്ചാ ഇന്ന് ഞാൻ പുറത്തു കിടക്കേണ്ടി വരുന്നല്ലേ ഇവളിപ്പോ പറയാതെ പറഞ്ഞ്. അഗ്നി ജ്വാലയെ കൂർപ്പിച്ചു നോക്കി. അവൾ അതിനെ പുച്ഛിച്ചു വിട്ടു. ദേവേട്ടൻ ഉറങ്ങണോ വേണ്ടേ? അവൾ വീണ്ടും ചോദിച്ചു. അഗ്നി പെട്ടെന്ന് അവളെ ചേർത്ത് പിടിച്ചു. ജ്വാല കള്ളച്ചിരിയോടെ അവനെ നോക്കി. അവൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് പതിയെ സുരഭിയെ തിരിഞ്ഞു നോക്കി. അവരെ രണ്ടാളെയും ദേഷ്യത്തോടെ നോക്കിയാണ് അവളുടെ നിൽപ്പ്. കുഞ്ഞൻ പറഞ്ഞു തന്നെയാ എനിക്കിപ്പോ സുരഭിയോട് പറയാനുള്ളേ. എന്ത് സംസാരിക്കാനാണെങ്കിലും രാവിലെ മതി. ഇപ്പോ ഞങ്ങൾക്ക് ഉറങ്ങണം. അവൻ കടുപ്പിച്ചു പറഞ്ഞതും സുരഭി അവനെ തുറച്ചു നോക്കി. പതിയെ കണ്ണുകൾ അടച്ചൊന്ന് നിശ്വസിച്ചു അവൾ. അഗ്നി, പിന്നെ എന്തിനാ നിങ്ങളെന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? സഹികെട്ട് അവൾ ചോദിച്ചു പോയി. വിളിച്ചപ്പോഴേക്കും ചേച്ചി എന്തിനാ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നേ? ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനൊരിക്കലും ഇങ്ങോട്ട് വരില്ലായിരുന്നു. അതും അന്ന് അതുപോലെയല്ലേ ദേവേട്ടൻ ചേച്ചി അടിച്ചേ? എന്നിട്ടും അയ്യേ, എനിക്ക് എന്നെ എന്തോ പോലെ തോന്നണു. ഇത്രയ്ക്ക് നാണല്ലേ ചേച്ചിക്ക്? ജ്വാല അവളെ കളിയാക്കുകയാണ്. ജ്വാല, നീ പരിധി വിടുന്നു. എനിക്ക് സംസാരിക്കാനുള്ളത് അഗ്നിയോടാ. സുരഭി പൊട്ടിത്തെറിച്ചു. നടക്കില്ല ചേച്ചി. സുരഭിച്ച് പോവാൻ നോക്ക്. എന്റെ ഭർത്താവിനെ ഞാനിപ്പോ എങ്ങോട്ടും വിടുന്നില്ല. എനിക്ക് ഉറക്കം വരുന്നു ദേവേട്ടാ. സുരഭിയോട് അത്രയും പറഞ്ഞുകൊണ്ട് ജ്വാല അഗ്നിയുടെ തോളിലേക്ക് ചാഞ്ഞു. ഇപ്പൊ ഉറങ്ങാടാ. അഗ്നി അവളുടെ കവിളി തട്ടി വാത്സല്യത്തോടെ പറഞ്ഞു. അഗ്നി. സുരഭി ദേഷ്യമടക്കി ഒരിക്കൽ കൂടി വിളിച്ചു നോക്കി. നാളെ സംസാരിക്കാം സുരഭി, താൻ പോവാൻ നോക്ക്. തീരെ മയമില്ലാത്ത അവന്റെ ശബ്ദം. അവളുടെ മുഖം മങ്ങി. ജ്വാല ചിരിയോടെ സുരഭി നോക്കുന്ന കണ്ട് കലി കയറുന്നുണ്ടായിരുന്നു അവൾക്ക്. എങ്കിലും അവളോടൊരു വഴക്ക് വേണ്ടാന്ന് സുരഭി അവളുടെ മനസ്സിൽ പലയാവർത്തി പറഞ്ഞുകൊണ്ടിരുന്നു. സുരഭി റൂമിലേക്ക് ചെല്ല്. പിന്നെ ഞാനെന്തിനാ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് ചോദിച്ചില്ലേ? അതിനുള്ള ഉത്തരം വൈകാതെ തനിക്ക് കിട്ടും.
അഗ്നിയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം. സുരഭി അത് വ്യക്തമായി കണ്ടു. അഗ്നി പെട്ടെന്ന് അവളിൽ നിന്ന് മുഖം തിരിച്ചു. സുരഭി ചെല്ല്, ഇനി ഇങ്ങനെ രാത്രി വന്ന് ബുദ്ധിമുട്ടിക്കരുത്, അവൻ ഒരിക്കൽ കൂടി പറഞ്ഞു. സുരഭി തലയാട്ടിക്കൊണ്ട് താഴേക്ക് പോവാൻ ഒരുങ്ങി. പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവളൊന്ന് നിന്നു. അഗ്നി എന്താ എന്ന പോലെ അവളെ നോക്കി. അഗ്നി, എന്റെ ഫോണ് കാണാനില്ല, ഞാൻ റൂമിൽ വെച്ചിരുന്നതാ, അതുകൂടി പറയാൻ വേണ്ടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. അവള് പറഞ്ഞതും ജ്വാല സംശയത്തോടെ അവളെ നോക്കി. ഫോൺ കാണാനില്ലാന്നോ? വെച്ചിട്ട് തന്നെ നോക്ക് സുരഭിയേച്ചി, അവിടെ കാണും, ജ്വാല സൗമ്യമായി പറഞ്ഞു. ഇല്ല, ഞാൻ നോക്കിയതാ, ഇതിവിടെയുള്ള ആരോ മനഃപൂർവ്വം എടുത്തു മാറ്റിയതാ. അഗ്നി പ്ലീസ്, അതെനിക്കൊന്ന് കണ്ടുപിടിച്ചു തരണം, സുരഭി ദയനീയമായി പറഞ്ഞു. ചേച്ചി എന്താ പറഞ്ഞു വരണേ? ചേച്ചിയുടെ ഫോൺ ഇവിടെയുള്ള ആരോ മോഷ്ടിച്ചു എന്നല്ലേ? ഇവിടെ ആർക്കും അതിന്റെ ആവശ്യമില്ല, വെറുതെ ഇല്ലാത്ത പറയരുത്. ജ്വാല അഗ്നിന്ന് അകന്നു മാറി ദേഷ്യത്തോടെ സുരഭിക്ക് നേരെ വിരല് ചൂണ്ടി. അവളുടെ കണ്ണുകളിലെ ദേഷ്യം കണ്ട് സുരഭിക്ക് പേടി തോന്നി. ആദ്യമായിട്ടാണ് അവളുടെ ഇങ്ങനെയൊരു പെരുമാറ്റം. എല്ലാം അഗ്നി ഒപ്പമുള്ളതിന്റെ ധൈര്യമാണെന്ന് സുരഭിക്ക് അറിയാമായിരുന്നു. ഞാൻ കള്ളം പറഞ്ഞോന്നല്ല, ഇതിപ്പോ എന്റെ മാത്രം ഫോൺ മിസ്സായെങ്കിൽ ഓക്കെ, ഇത് പക്ഷെ അങ്ങനെയല്ല, സൗബിയുടെ ഫോൺ മിസ്സിങ്ങാ. ആരും എടുക്കാതെ എങ്ങനെ രണ്ട് ഫോൺ ഒരുപോലെ മിസ്സാവും? അഗ്നി പ്ലീസ്, എനിക്ക് അതൊന്ന് കണ്ടുപിടിച്ച് തരണം. എനിക്കിവിടെയുള്ള ആ പെണ്ണിനെ പിന്നെ പൊന്നൂനെ നല്ല സംശയമുണ്ട്. അവളുമാർക്ക് വന്നപ്പോൾ തൊട്ട് എന്നോട് ദേഷ്യ. എനിക്ക് ഉറപ്പാ അവർ തന്നെ എൻ്റെ ഫോൺ എടുത്തിട്ടുണ്ടാവുക, സുരഭി വിഷമത്തോടെ പറഞ്ഞു. ജ്വാല സംശയത്തോടെ അഗ്നിയെ നോക്കി. അവന്റെ മുഖത്ത് എന്തോ കള്ളലക്ഷണമുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായി. അല്പനേരം മുൻപ് വർക്കിംഗ് റൂമിലേക്ക് കയറിപ്പോകുമ്പോൾ അഗ്നിയുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നുവെന്ന് ജ്വാല ഓർത്തു. അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. അഗ്നി ഒന്നും അറിയാത്ത പോലെ നിഷ്കളങ്കമായി അവളെ നോക്കി ചിരിച്ചു. അഗ്നി, അവനൊന്നും പറയുന്നില്ല എന്ന് കണ്ടതും സുരഭി വീണ്ടും വിളിച്ചു. ഇവിടെ ആരും തന്റെ ഫോൺ എടുക്കില്ല സുരഭി, വെറുതെ ഇവിടുത്തെ കുട്ടികളെ പറയരുത്. താൻ എവിടെയെങ്കിലും ബോധമില്ലാതെ കൊണ്ടുവച്ച് കാണും. പിന്നെ തന്റെ അനിയത്തി, അവൾക്ക് അത്രയും ബോധമില്ല, അതുകൊണ്ട് വെച്ചെടുത്ത് പോയി നോക്ക്. വെറുതെ എന്റെ കുട്ടികളെ ഓരോന്നും പറയരുത്, അതുമാത്രം അഗ്നി ക്ഷമിച്ചു തരില്ല. ദേഷ്യത്തോടെ സുരഭിയോട് അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നി ജ്വാലയുമായി അകത്തേക്ക് കയറി സുരഭിക്ക് മുന്നിൽ ഡോർ കൊട്ടിയടച്ചു. സുരഭി കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. പതിയെ കണ്ണു തുറന്നവൾ ദേഷ്യത്തോടെ അവരുടെ ഡോറിലേക്ക് നോക്കി. അഗ്നി, നിന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഫോണിലൂടെ ഒരു സംസാരം, നേരിൽ മറ്റൊരു രീതിയിലുള്ള സംസാരം. എന്താ ശരിക്കും നിന്റെ മനസ്സില്? അവളുടെ തല പുകഞ്ഞു. പതിയെ അവൾ താഴേക്ക് നടന്നു. എന്നാലും എന്റെ ഫോൺ എവിടെ പോയി? ഞാൻ ടേബിളിന്റെ പുറത്തന്നെയല്ലേ ഇത് വെച്ചേ? സുരഭിക്ക് ഇപ്പോ ആ കാര്യത്തിൽ സംശയമായി. ഓരോന്ന് ആലോചിച്ചുകൊണ്ടവൾ റൂമിലേക്ക് പോയി. അഗ്നി വാതിലടച്ച് തിരിഞ്ഞതും ജ്വാല നെഞ്ചിൽ കൈകെട്ടി നിന്ന് അവനെ ഗൗരവത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ അഗ്നി അവളെ നോക്കി. അത് കണ്ട് ചിരി വന്നെങ്കിലും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. തുടരും.